ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്. സോ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ അതിനനുസരിച്ച് നന്നായിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഓഫീസില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഒരു 10-11 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത്. അപ്പം എനിക്ക് ചൂടോടെ കഴിച്ചുട്ട പത്തിരിയൊക്കെ സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഈ ഒരു പത്തിരിക്ക് ഇതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളെ അടുത്തൊക്കെ എന്താണ് ഈ ഒരു പത്തിരിക്ക് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തലേന്നത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. ബാജിക്കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടേനു, പക്ഷേ തലേന്നത്തെ മീൻ കറി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. നേരെ വൈകി എണീറ്റതുകൊണ്ട് തന്നെ പിന്നെ ചായ കൂടിയൊന്നുമില്ല, നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തന്നെ കടന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇന്ന് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ എടുത്ത് മുകളിലൊന്ന് പോയിട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എൻ്റെ കൂടെ തന്നെ പോയിട്ട് അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ മുകളിലാണ് കേട്ടോ തുണിയൊക്കെ വിരിച്ചിടാറുള്ളത്. വേഗം തന്നെ ഉണങ്ങിക്കോളും, ഇപ്പം നല്ല ചൂടല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്ന് തപ്പിയപ്പോൾ ഓറഞ്ച് ഇരിക്കുന്നതുണ്ട്. അങ്ങനെ ഒരു ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഉമ്മൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്കുള്ള പരിപാടി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പം അധികം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ ഓഫീസും ഉള്ളതല്ലേ, കൂടുതൽ പണിയൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ചെയ്ത് അടിച്ച് വാരി തുടയ്ക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ വന്നാലുള്ള എനിക്കുള്ള കുറച്ച് പരിപാടികൾ. ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉമ്മ അവിടെ നല്ല ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഉമ്മ ഇത് ഉണ്ടാക്കിയത്. കാരണം ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന അന്ന് തന്നെ ഉമ്മ എനിക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നന്നായി കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് യൂട്യൂബിൽ വീഡിയോസും സിനിമ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങിപ്പോയിട്ടോ. പിന്നെ എണീക്കുമ്പോൾ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. നന്നായിട്ട് ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ പരിപാടി ഈ ഒരു ടൈമിൽ നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചായ ഒക്കെ അയച്ചു ഉമ്മാക്കും എനിക്കും കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയും ഞാനും ഒപ്പരൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സാധാരണ ദിവസം എന്ന് പറയണമെങ്കിൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഒരു ഓഫീസൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാറുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ. അപ്പം അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.